പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സഹപാഠിയും SFI ഭാരവാഹിയുമായ അക്ഷയുടെ മൊഴി രേഖപ്പെടുത്തി. പ്രതികൾ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത് കണ്ടുവെന്ന് അക്ഷയ് മൊഴി നൽകിയതായാണ് സൂചന. മകന്റെ മരണത്തിൽ അക്ഷയ്ക്ക് പങ്കുണ്ടെന്നും പ്രതി ചേർക്കണമെന്നും സിദ്ധാർത്ഥന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. കേസിലെ 5 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കൊലപാതക സാധ്യതയെക്കുറിച്ച് ആഴത്തിൽ അന്വേഷണം നടത്തുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ടി അനീസ് അലി കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനീസ്, ഒരു ഘട്ടത്തിൽ പ്രതിപട്ടികയിൽ വരെ ചേർക്കണമെന്ന കുടുംബം ആവശ്യപ്പെട്ട ആളാണ് അക്ഷയ്. അക്ഷയുടെ മൊഴിയാണ് പോലീസ് ഇത് രേഖപ്പെടുത്തിയത്. എന്തൊക്കെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്? നിലവിൽ ഫർഷ, അക്ഷയ് ഈ ഇടുക്കി സ്വദേശിയായ അക്ഷയ് ഈ സിദ്ധാർത്ഥന്റെ അതേ ക്ലാസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥിയാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ BVSc 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. സിദ്ധാർത്ഥനും 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. ഈ അക്ഷയ് കൂടി ഈ പ്രതിപ്പട്ടികയിലുണ്ട് എന്നാരോപിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഈ മരിച്ച സിദ്ധാർത്ഥന്റെ കുടുംബവും പ്രധാനമായും അച്ഛനൊക്കെ രംഗത്ത് വന്നത്. ഈ അക്ഷയെ രക്ഷിക്കുകയാണ്, രാഷ്ട്രീയ സ്വാധീനമാണതിന് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന മറുപടി എന്ന് പറയുന്നത് പ്രതികളാണെന്ന് കണ്ടെത്തിയ 18 പേരാണുള്ളത്. അതിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അമൽ എഹ്സാൻ അടക്കമുള്ള കോളേജ് യൂണിയൻ ചെയർമാൻ അരുൺ അടക്കമുള്ള ആളുകൾ ഇതിൽ പ്രതികളാണ്. അവരൊക്കെയും ഇപ്പോൾ പോലീസിന്റെ പിടിയിലുണ്ട്, അറസ്റ്റിലാണ് അവർ. ഈ അക്ഷയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെയും കസ്റ്റഡിയിലെടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നായിരുന്നു അനൌദ്യോഗികമായി പോലീസിൽ നിന്ന് ലഭിച്ചിരുന്ന വിവരം. ഇന്നിപ്പോൾ അക്ഷയെ പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നു, മൊഴി എടുത്തിരിക്കുന്നു. അക്ഷയ് നൽകിയിട്ടുള്ള മൊഴി താൻ ഇത് കണ്ടിട്ടുണ്ട്, മർദ്ദനം കണ്ടിരുന്നു എന്ന മൊഴി തന്നെയാണ്. കോളേജിലെ മറ്റു പല വിദ്യാർത്ഥികളും ഇതുപോലെയുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട്. നേരത്തെ കോളേജ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി 31 പേരെ പുറത്താക്കിയിരുന്നു. അതിൽ ഒരാൾ അക്ഷയാണ്. അതൊഴിച്ചു നിർത്തിയാൽ ഈ അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നതിന് കൃത്യമായ തെളിവുകളൊന്നും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും അക്ഷയ് കാണാമറയത്തല്ല, പോലീസിന്റെ പിടിയിലുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പോലീസിന്റെ നിയന്ത്രണത്തിൽ പോലീസിന് ഏത് സമയത്തും ലഭ്യമാവുന്ന തരത്തിൽ തന്നെ ഒളിവിലല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അക്ഷയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം ഈ 5 പേരെ പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ സിൻജോ ജോൺസൺ, കാശിനാഥൻ, അമീൻ അക്ബർ അലി, അരുൺ, അമൽ എന്നിവരാണ് മുഖ്യ പ്രതികൾ എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ നേരത്തെ സിൻജോ ജോൺസനെ സംബന്ധിച്ചിടത്തോളം കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉള്ള ആളാണ്. അവനാണ് ചാടി തൊഴിക്കുകയടക്കം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഓരോ മർദ്ദനത്തിലും ഓരോ ചോദ്യത്തിനും ബെൽറ്റ് വെച്ച് മർദ്ദിച്ചതൊക്കെ സിൻജോ ജോൺസണാണ്. ക്രൂരമായി മർദ്ദിക്കാൻ നേതൃത്വം നൽകിയത് സിൻജോ ജോൺസണാണ്. സിൻജോ ജോൺസനെ അടക്കം ഈ കോളേജിൽ ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുത്തിരുന്നു. ഇതുകൂടാതെ ഇപ്പോൾ ഈ ബാക്കി 4 പേരെ കൂടി പോലീസ് ഇപ്പോൾ എല്ലാവരും റിമാൻഡിലാണ്. 18 പ്രതികളെയും ഇപ്പോൾ പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി ഈ 18 പ്രതികളിൽ ഈ 5 പേരെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. തിങ്കളാഴ്ച ഈ കസ്റ്റഡി അപേക്ഷ ലഭിച്ച് അവർ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാവുക. തീർച്ചയായും. എന്തായാലും ഇപ്പോൾ സിദ്ധാർത്ഥന്റെ സഹപാഠിയും ഒപ്പം തന്നെ SFI ഭാരവാഹിയുമായിട്ടുള്ള അക്ഷയുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രതികൾ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത് കണ്ടു എന്ന് അക്ഷയ് മൊഴി നൽകിയിട്ടുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഒപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ടി അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിയത്.